എല്ലാ പേർക്കും നമസ്കാരം. എനിക്കറിയാം നമുക്കെല്ലാ പേർക്കും ഭംഗിയായി ഇംഗ്ലീഷ് സംസാരിക്കണം എന്ന ആഗ്രഹമുണ്ട്. പലപ്പോഴും പല കാരണങ്ങളാൽ നമുക്കതിന് സാധിക്കുന്നില്ല എന്നതാണ് വസ്തുത. ഈ കാര്യത്തിൽ ഞാൻ നിങ്ങളെ സഹായിക്കാൻ പോവുകയാണ്. സ്പോക്കൺ ഇംഗ്ലീഷ് ഞാൻ എൻ്റെ യൂട്യൂബ് ചാനലിലൂടെ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുകയാണ്. അതിൻ്റെ ആദ്യ ഭാഗമായിട്ട് എങ്ങനെ ആളുകളെ ഗ്രീറ്റ് ചെയ്യാം, ഗ്രീറ്റിംഗ്സ് ഇൻ ഇംഗ്ലീഷ്. മലയാളത്തിലാണെങ്കിൽ നമുക്ക് നമസ്കാരം എന്നുള്ള പദം എല്ലാ സന്ദർഭങ്ങളിലും ഉപയോഗിക്കാൻ കഴിയും. രാവിലെ, ഉച്ചയ്ക്കായാലും വൈകുന്നേരമായാലും ആ പദം ഉപയോഗിച്ചാൽ മതിയാകും. പക്ഷേ ബ്രിട്ടീഷ് ഇംഗ്ലീഷിൽ ഓരോ സമയത്തിനും വേണ്ട പദങ്ങൾ അവർ തന്നെ ഡിസൈൻ ചെയ്തു വച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് ഈ പദങ്ങൾ ഉപയോഗിച്ച് ശീലിക്കേണ്ടതായി വരും. നമുക്ക് നോക്കാം എവിടെയാണ് ഗുഡ് മോർണിംഗ് ഉപയോഗിക്കാൻ കഴിയുക. എങ്ങനെയാണ് പ്രൊനൗൺസ് ചെയ്യുന്നത്? ഗുഡ് മോർണിംഗ്. അത് ഉപയോഗിക്കുന്നത് പ്രഭാതം മുതൽ ഉച്ച 12 മണി വരെ, ഫ്രം മോർണിംഗ് ടു 12 noon. ഞാൻ എന്തിനാണ് ഈ സമയക്രമം പറയുന്നു എന്ന് ചോദിച്ചാൽ, പലർക്കും ഇതിൻ്റെ സമയ ക്ലിപ്തത അറിയില്ല. അവർ 2 മണിക്കും ചിലപ്പോൾ ഗുഡ് മോർണിംഗ് പറഞ്ഞേക്കാം. അതുകൊണ്ടാണ് പറയുന്നത്. ഒരു ഹാർഡ് ആൻഡ് ഫാസ്റ്റ് റൂൾ അല്ല എങ്കിലും ഒരു റൂൾ ഇംഗ്ലണ്ടിൽ നിലനിൽക്കുന്നുണ്ട്. ഇംഗ്ലീഷ് ഭാഷ ഉപയോഗിക്കുന്നവർ അത് ഫോളോ ചെയ്യുക തന്നെ വേണം. അപ്പോൾ എത്ര മണിവരെയാകാം? 12 മണി വരെ. വേറൊരു ഓപ്ഷൻ കൂടെ അവർ പറയുന്നുണ്ട്, ഉച്ച ഊണിന് മുന്നേ വരെ ഗുഡ് മോർണിംഗ് ഉപയോഗിക്കുക. അപ്പോൾ മനസ്സിലായല്ലോ, ഗുഡ് മോർണിംഗ് ഉപയോഗിക്കേണ്ടത് പ്രഭാതം മുതൽ 12 noon വരെയാണ്, 12 മണി വരെ. അല്ലെങ്കിൽ ഉച്ചയ്ക്ക് നമ്മൾ ആഹാരം കഴിക്കുന്ന സമയം മാക്സിമം 1 o'clock വരെ വേണമെങ്കിലും പോകാം. അതാണ് ഞാൻ പറയുന്നത്. റഫ് ആൻഡ് റെഡി റൂൾ മാത്രമേ ഉള്ളൂ. ഹാർഡ് ആൻഡ് ഫാസ്റ്റ് റൂൾ ഇല്ലാത്തത് കൊണ്ട് തന്നെ വേണമെങ്കിൽ 1 മണി വരെയും ആകാം. അടുത്ത് നമ്മൾ ഉച്ചയ്ക്ക് ശേഷം എന്താ പറയുന്നത്? ഗുഡ് ആഫ്റ്റർനൂൺ. ഗുഡ് ആഫ്റ്റർനൂൺ നമ്മുടെ റൂൾ അനുസരിച്ച് ഉച്ച 12 മണി മുതൽ വൈകുന്നേരം 6 മണി വരെ ഗുഡ് ആഫ്റ്റർനൂൺ ഉപയോഗിക്കാം. സമയം 12 noon മുതൽ 6 PM വരെ, 6 PM ഇൻ ദ ഈവനിങ്. 12 മണി മുതൽ വൈകുന്നേരം 6 മണി വരെയാണ് ഗുഡ് ആഫ്റ്റർനൂൺ ഉപയോഗിക്കേണ്ടത്. അപ്പോൾ നമുക്ക് മനസ്സിലായി. ഇനി ഗുഡ് ഈവനിങ് എപ്പോഴാണ് ഉപയോഗിക്കേണ്ടത് എന്ന് വെച്ചാൽ ആഫ്റ്റർ 6 ആണ്. വൈകുന്നേരം 6 മണി മുതൽ അർദ്ധരാത്രി വരെയും നമുക്ക് ഗുഡ് ഈവനിങ് ഉപയോഗിക്കാം. വൈകുന്നേരം 6 മണി മുതൽ അർദ്ധരാത്രി വരെ, മിഡ് നൈറ്റ് വരെയും ഗുഡ് ഈവനിങ് നമുക്ക് ഉപയോഗിക്കാം. അപ്പോൾ നിങ്ങൾക്ക് സ്വാഭാവികമായിട്ടൊരു സംശയം വരുന്നുണ്ട്, ഗുഡ് നൈറ്റ് പിന്നെ എപ്പോൾ ഉപയോഗിക്കാൻ കഴിയും? അതിന് ഇംഗ്ലീഷ് പറയുന്നത് എങ്ങനെയാണ്? ഫൈനൽ ലീവ് ടേക്കിംഗ് അറ്റ് നൈറ്റ് എന്ന് വെച്ചാൽ എന്താ അർത്ഥം? അതായത് ഒരു ദിവസം 8 മണിക്ക്, ഞാനൊരു എക്സാമ്പിൾ പറയുക, 8 മണിക്ക് നിങ്ങൾ നിങ്ങളുടെ സുഹൃത്തിൻ്റെ വീട് സന്ദർശിക്കുന്നു. 10 മിനിറ്റ് സംസാരിച്ചിരിക്കുന്നു. എന്നിട്ട് പറഞ്ഞിട്ടിറങ്ങിയ ഞാൻ അതായത് 9 മണിക്ക് വീണ്ടും തിരിച്ചു വരും. അപ്പം നിങ്ങൾ ആദ്യ സമയം ഈ 8:10 ആ സുഹൃത്തിനെ പിരിഞ്ഞിട്ട് 9 മണിക്ക് വീണ്ടും ആ രാത്രിയിൽ തന്നെ കാണാൻ പോകും. ആ സമയത്ത് നിങ്ങൾ ഗുഡ് ഈവനിങ് പറയാം, ഗുഡ് നൈറ്റ് പറയരുത്. എന്നിട്ട് 9 മണിക്ക് വീണ്ടും സന്ദർശിക്കുന്നു ആ രാത്രിയിൽ തന്നെ. 10 മിനിറ്റ് സംസാരിച്ചതിന് ശേഷം 9:10 നിങ്ങൾ നിങ്ങളുടെ വീട്ടിലേക്ക് പോകുന്നു. ആ സമയത്ത് നിങ്ങൾ ഉറപ്പിക്കുകയാണ്, ഇന്ന് ഈ രാത്രിയിൽ ഇനി ഞാൻ എൻ്റെ സുഹൃത്തിനെ കാണാൻ പോകുന്നില്ല, നാളെയോ അടുത്ത ദിവസമോ മാത്രമേ കാണൂ എന്നുറപ്പിച്ചിട്ടാണ് നിങ്ങൾ പോകുന്നെങ്കിൽ 9:10 നിങ്ങൾ നിങ്ങളുടെ സുഹൃത്തിൻ്റെ വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ സുഹൃത്തിനെ നോക്കിയിട്ട് നിങ്ങൾക്ക് ഗുഡ് നൈറ്റ് പറയാം. ഫൈനൽ ലീവ് ടേക്കിംഗ് അറ്റ് നൈറ്റ്. രാത്രിയിൽ യാത്ര പറഞ്ഞ് പിരിയുന്നു. ആ സമയത്ത് നമുക്ക് ഉറപ്പുണ്ട്, ആ ദിവസം രാത്രിയിൽ ഇനി നമ്മൾ ആ സുഹൃത്തിനെ കാണാൻ പോകുന്നില്ല. ഈ ഒരു സാഹചര്യത്തിൽ മാത്രമേ ഗുഡ് നൈറ്റ് ഉപയോഗിക്കാവൂ.
നിങ്ങൾക്ക് ഇത്രയും മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. നന്ദി, നമസ്കാരം.